ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്നത്തെയും പോലെ തന്നെ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് കൈകളും ചേർത്ത് വെച്ച് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്കും നിങ്ങളുടെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവാനും പ്രാർത്ഥിക്കുക. നമുക്ക് ചുറ്റും ഒത്തിരി പോസിറ്റീവ് എനർജീസ് ഉണ്ട്. അത് മാത്രം മതിയില്ലേ നമ്മുടെ ലൈഫിലേക്ക്? നെഗറ്റീവ്സ് ആയിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ആവശ്യമില്ല. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് റീഡിങ് കാണാൻ ശ്രമിക്കൂ. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് കുറച്ച് കാർഡ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ കാർഡ്സിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയിട്ട് വരും. കേട്ടോ? നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും വ്യത്യസ്ത എനർജിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ല വീഡിയോ റെസിനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളഞ്ഞോളൂ കേട്ടോ. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് സോർഡ്സ് കാർഡാണ്. എന്താണ്? അത് നിങ്ങളുടെ എനർജിയാണ്. അതിൽ മെയിൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങളൊരു ലീഡറാണ്. ലീഡർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, നിങ്ങളുടെ കരിയറിലായിരിക്കാം, ഒന്നും വേണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ 1-2 പേര് കൂടുന്നിടത്തൊക്കെ നിങ്ങൾ ഒന്ന് ലീഡർഷിപ്പ് നയിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ചുരുക്കം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പേഴ്സണാണ് നിങ്ങൾ. നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ ആദ്യത്തെ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ നല്ല എക്സലൻ്റ് കമ്മ്യൂണിക്കേറ്ററാണ് കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ നല്ല എക്സലൻ്റ് കമ്മ്യൂണിക്കേറ്ററാണ്, ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പിന്നെന്താ? സീക്കിംഗ് ട്രൂത്ത് അല്ലേ? ആണോ? അങ്ങനെയുള്ളവർക്ക് കമൻസ് തരാം കേട്ടോ. അടുത്ത കാർഡ്, സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് ദ വേൾഡ് കാർഡാണ്. എന്താ വേൾഡ് കാർഡ് മീൻ ചെയ്യുന്നത്? നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ട്രാവലിങ്ങിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന എനർജീസാണ്. ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്, രാജ്യങ്ങൾ കാണാൻ ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളാവാം, നിങ്ങളുടെ പേഴ്സൺ ആവാം. വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ട്രാവലിങ്ങിനെ മാത്രമല്ല മീൻ ചെയ്യുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക്, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ജോയ് ആണ് കാണിക്കുന്നത്, സക്സസ് ആണ് കാണിക്കുന്നത്, അച്ചീവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങളൊരു കാര്യത്തിൽ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ കാണണം എന്നായിരിക്കാം, അവരോടൊത്ത് കുറച്ച് നിമിഷങ്ങൾ പങ്കിടണം എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആയിരിക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ആ കാര്യത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ട്രാവലിങ്ങും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് കാർഡ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും ആവുക കേട്ടോ. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവരായിക്കൊണ്ടിരിക്കുന്ന അവരുടെ കരിയറിൽ അവർ ഒരു ലീഡറാണ്. കുറച്ച് പേർക്ക് ഒരു ലീഡറാണെന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. അവരുടെ ലൈഫ് എന്ന് പറയുമ്പോൾ തിരക്ക് പിടിച്ചൊരു ലൈഫാണ്. അത്രയും തിരക്ക് പിടിച്ച ഒരു ജോബാണ് അവർ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഫയറിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ എന്താ പറയുക, അവരുടെ വർക്ക് എന്ന് പറയുമ്പോൾ അത്രത്തോളം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു വർക്ക് ഉണ്ടല്ലോ. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ അത് ആ ലൈഫിനെ തന്നെ മാറ്റുന്ന അങ്ങനത്തെ ഒരു കരിയറാണ് കാണിക്കുന്നത്. മെഡിക്കൽ ഫീൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിരിക്കണം, പോലീസ് ആ ഒരു ഫീൽഡായിരിക്കണം. ബിസിനസ് ആണെങ്കിൽ ആ ഒരു കാര്യത്തിൽ അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പേഴ്സൺ. ഒരു ലീഡറാണ്. അവർക്ക് റെസ്റ്റിൻ്റെ ആവശ്യകതയും പറയുന്നുണ്ട്. അത്രയും തിരക്ക് പിടിച്ചിട്ട് അവർ വർക്ക് ചെയ്യുന്നു, രാവും പകലില്ലാതെ വർക്ക് ചെയ്യുന്നു പറയില്ലേ, അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കിങ് ഓഫ് വാൻസ് കാർഡ്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 7 ഓഫ് പെൻഡക്കിളാണ്. അത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേയൊക്കെ വിഷമിച്ചിരുന്നു, കുറേയൊക്കെ അവരെക്കുറിച്ച് ആലോചിച്ചിരുന്നു, പേഴ്സൺ മടങ്ങി വരുന്നില്ല എന്ന് ചിന്തിച്ചിരുന്നു.
ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങളെ സറണ്ടർ ചെയ്തുകൊണ്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ പരമായിട്ടായിരിക്കണം, കരിയർ പരമായിട്ടായിരിക്കണം, ബിസിനസ് പരമായിട്ടായിരിക്കണം. ചെറിയൊരു സമ്പാദ്യമൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ കുഞ്ഞു ഏർണിങ്സ് ഒക്കെ നേടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ 7 ഓഫ് പെന്റക്കിൾ കാർഡ് കാണിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ചിന്തിച്ച് തുടങ്ങിയപ്പോൾ തന്നെ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയപ്പോൾ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ, അവരെ ചേസ് ചെയ്ത് പോവാതെ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നും ഈ കാർഡ്സ് മീൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 4 ഓഫ് വാൻസ് കാർഡാണ്. ഒരു സെലിബ്രേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണോ അടുത്ത് തന്നെ വളരെ കുറഞ്ഞ ഒരു ദിവസത്തിന് മുന്നോ അതിനുശേഷം ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തതായിട്ട് കാണിക്കുന്നു. ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം, ഫാമിലി ആയിട്ടായിരിക്കാം, കൊളീഗ്സ് ആയിട്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചെറിയൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ് ഇവിടെ 4 ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ മജീഷ്യൻ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നാച്ചുറലായിട്ട് കഴിവുള്ളൊരു പേഴ്സണാണ്. നാച്ചുറലായിട്ട് കഴിവെന്ന് പറയുമ്പോൾ കൈകൾ കൊണ്ട് മായാജാലം തീർക്കാൻ പറ്റുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. മാത്രമല്ല അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. അറിവുള്ളൊരു പേഴ്സൺ ആണ് എന്നാണ് പറയുന്നത്. റിസോഴ്സ്ഫുൾനെസ് ആണ് കാണിക്കുന്നത്. അറിവിൻ്റെ ഒരു നിറകുടം എന്നൊക്കെ പറയില്ലേ, ഒത്തിരി അറിവുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ സ്റ്റാർ ആണ്. എന്താണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ? വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ എനർജിയാണ്. വെയിറ്റ് ചെയ്യുന്നു, സാധ്യതയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഒന്ന് കാണാനായിട്ട്. രണ്ടുപേരും ഒരേ ഒരു എനർജിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണെന്ന് കരുതൂ. നിങ്ങൾ അവരെ മനസ്സിലാക്കുവാനും അവർ നിങ്ങളെ മനസ്സിലാക്കുവാനും ഉള്ളൊരു ടൈം. ഇരുകൂട്ടരും മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത്. വെയിറ്റിംഗ് എനർജിയാണ് കാണിച്ചു തരുന്നത്. മനസ്സിലായോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മിറാക്കിൾ സംഭവിക്കണമെന്ന്. ദ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് എന്ത്? ഒരു മിറാക്കിൾ സംഭവിക്കണം. ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രയും പെട്ടെന്ന് ഒരു മിറാക്കിൾ സംഭവിക്കണം യൂണിവേഴ്സ് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത കാർഡ് 4 ഓഫ് പെന്റക്കിൾ ആണ്. 4 ഓഫ് പെന്റക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി വന്നു തുടങ്ങി. 7 ഓഫ് പെന്റക്കിൾ കണ്ടു. അതേപോലെ തന്നെയാണ് 4 ഓഫ് പെന്റക്കിളും പറയുന്നത്. നിങ്ങൾ ചെറിയ ഏണിങ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? ചെറിയ സേവിങ്സ് ഉണ്ടാവും അല്ലേ? അങ്ങനെയാണ് ഇവിടെ 4 ഓഫ് പെന്റക്കിൾ കാർഡ് കാണിക്കുന്നത്. സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്, സേവിങ്സിനെയാണ് കാണിക്കുന്നത്, ഫ്യൂച്ചറിലേക്കുള്ള ഒരു ചെറിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ സ്റ്റെബിലിറ്റിയും ഒരു ഏണിങ്സൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ചെറുതായിട്ടൊക്കെ കുഞ്ഞതായിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ അല്ലേ? അത് ആരോടും പറയണമെന്നില്ല. ചെറിയ കാര്യങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഇവിടെ ഈ കാർഡ്സ് കാണിക്കുന്നു. ആ ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ രാജ്യത്തേക്ക് പോകാൻ, നിങ്ങളുടെ പേഴ്സണെ ഒന്ന് കാണാൻ, ഒന്ന് സംസാരിക്കാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ 4 ഓഫ് പെന്റക്കിൾ കാർഡ് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ ടവർ ആണ്. ടവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നു. നിങ്ങളായിരുന്നു ആദ്യകാലങ്ങളിൽ നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്ത് പോയിരുന്നത്. അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയി. ആ ടൈമിൽ നിങ്ങളായിരുന്നു അവരെ ചേസ് ചെയ്ത് പോയിരുന്നത്. കുറേ നാളുകളായിട്ട് കാണാതിരിക്കുന്ന എനർജീസ് ഇതിൽ കുറേ പേരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ഒരു ടവർ ബ്രേക്ക് ആകുമ്പോൾ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്വിറലിനെയാണ് കാണിക്കുന്നത്. പ്രകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്വിറൽ, അത് നിങ്ങളാണ് അല്ലേ? എന്താണ്? നിങ്ങൾക്ക് അറിവുകൾ വരുന്നു,
നിങ്ങൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? എന്തൊക്കെ ഇങ്ങനെ ചെയ്യണം, എങ്ങനെയാണോ ഓരോ മനുഷ്യരെയും വിലയിരുത്തേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ തരണം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങളുടെ മുറിവുകൾ, വേദനകളൊക്കെ നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഹീലാകുന്നു. ഓരോ ദിവസവും ഹീലായി വരുമ്പോൾ പിന്നെ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഇരിക്കപ്പുറത്തി ഉണ്ടാവുമോ? ഇല്ലല്ലോ. യൂണിവേഴ്സ് അങ്ങനെ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അവരുടെ മനസ്സിലും ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ വന്ന് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവരൊക്കെ ഒരുങ്ങുന്നത് അല്ലേ? നിങ്ങളെ കാണാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒന്നുകൂടെ അവരാഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരുടെ മനസ്സിനെ തന്നെ മാറ്റിയിട്ടുണ്ട്. നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് അവർ അതിയായി ആഗ്രഹിക്കുന്നു. അത്രയും പെട്ടെന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വ്യൂവേഴ്സിനും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു റീയൂണിയൻ പോസിബിൾ ആണെന്നാണ് ഇവിടെ ടവർ കാർഡ് കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടർ ആയി എന്നാണ്. ദ ഹാങ്ങിങ് മാൻ ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തു. സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് പോകുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സാണ് നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്നത്. എന്തു തന്നെ ആയാലും യൂണിവേഴ്സാണ് ഇനി എനിക്ക് ഉള്ളൊരു ജീവിത മാർഗം കാണിച്ചു തരേണ്ടത്. എൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി ആകണമെന്ന് പ്രാർത്ഥിക്കുന്ന എനർജീസിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഡിവൈൻ എന്ന യൂണിവേഴ്സിനെ എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മിറാക്കിൾ ചെയ്യാനായിട്ട് കഴിയൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജീസിനെയാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത് അല്ലേ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ ഹെർമിറ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്ന് അവർക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആ നിമിഷത്തിൽ അവരുടെ ഓർമ്മകൾ വരുന്നത് നിങ്ങളിലേക്കാണ്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെയാണ് ദ ഹെർമിറ്റ് കാർഡ് കാണിച്ചു തരുന്നത്. മനസ്സിലായോ? അവരുടെ സോളിനെ അന്വേഷിക്കുകയാണ്. അവരുടെ സോൾ എന്ന് പറയുമ്പോൾ നിങ്ങളാണ് അല്ലേ? അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ആ നിമിഷമാണ് അവർ നിങ്ങളിലേക്ക് എത്താനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നത്. നിങ്ങളിലെ സന്തോഷമുള്ളൂ, നിങ്ങളിലെ അവരെ കണ്ടെത്തിയിട്ടുള്ളൂ എന്നവർ റിയലൈസ് ചെയ്യുന്നു അല്ലേ? എത്രയും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മൾ ആരുമല്ല എന്ന് തോന്നുന്നത്. നമ്മൾ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്, നമ്മൾ എവിടെയാണോ സന്തോഷിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അവർ ചിന്തിക്കുകയാണ് അവരായിട്ട് കണ്ടത് നിങ്ങളാണ്. അവരുടെ പോസിറ്റീവും നെഗറ്റീവ്സും എല്ലാം തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങളാണ്. അവരെന്ന വ്യക്തിയെ പൂർണ്ണമായും അറിഞ്ഞത് നിങ്ങളാണെന്ന് അവർ ഇന്ന് തിരിച്ചറിയുന്നു. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ വ്യൂവേഴ്സിന്? അടുത്ത കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് വാൺസ് കാർഡാണ്. ഏസ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി തന്നെയാണ്. ന്യൂ ഐഡിയാസൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചെടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കണം, നിങ്ങളുടെ ബ്രില്യൻറ്റ് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്നു. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു കാൽക്കുലേഷൻ തന്നെയാണ് നിങ്ങൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നടത്തിക്കൊണ്ടിരുന്നത്. പുതിയ തുടക്കം എന്ന് പറഞ്ഞല്ലോ ഞാൻ. നിങ്ങൾ കുറേ പേർക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യം സക്സസ് ആയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് തലയുയർത്തി നിൽക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആരൊക്കെ നിങ്ങളെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ടോ, ഒന്നുമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ടോ, അവരുടെ മുന്നിലേക്ക് ബ്രില്യൻ്റ് ഫ്യൂച്ചർ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് വെച്ചു തരുന്നത് എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് അല്ലേ? അത് യൂണിവേഴ്സിൻ്റെ ഇടപെടലാണ്. യൂണിവേഴ്സാണ് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നതെങ്കിൽ നിങ്ങളെ നിങ്ങളാക്കി മാറ്റാനായിട്ട്, നിങ്ങളെ കഴിവുകളെ മാറ്റാനായിട്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ഈ ലോകത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങളെ മനസ്സിലാക്കി തന്ന ഒരു കാർഡാണ് ഏസ് ഓഫ് വാൺസ് കാർഡ് അല്ലേ? നിങ്ങൾ കരുതിയിട്ടുണ്ടാവും നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് അല്ലേ? നിങ്ങളുടെ പേഴ്സൺ പോയ സമയം തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഇനി ഈ ജീവിതം വേണോ, എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എൻ്റെ ലൈഫിൽ മാത്രമാണോ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ച ഒത്തിരി എനർജീസ് ഉണ്ട്. ഒരുപാട് പേരൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട്, ഈ ലൈഫ് തന്നെ അവസാനിപ്പിച്ചാലോ എന്നൊക്കെ. അതിൽ നിന്നൊക്കെ ഒരു ഉണർവ് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നത്. അത് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ ആവശ്യവും.
നിങ്ങൾക്ക് ഈ ലോകത്ത് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വന്നവിടേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം യൂണിവേഴ്സ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ തന്നെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ ജേണിയിൽ കുറേ തടസ്സങ്ങളും കുറേ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബെറ്റർ ആക്കാനായിട്ട് കഴിയൂ? അങ്ങനെ എളുപ്പത്തിൽ യൂണിവേഴ്സ് എല്ലാം സാധിച്ചു തരുമോ? ഇല്ലല്ലോ. നമ്മൾ കുറച്ച് കല്ലും മുള്ളൊക്കെ ചവിട്ടിയിട്ട് വേണം നമ്മൾ ഒരു നല്ലൊരു കാര്യത്തിലേക്ക് നീങ്ങാനായിട്ട്. അവിടെ നിങ്ങൾക്കിരിക്കുന്നത് ബെറ്റർ ഫ്യൂച്ചർ ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കല്ലും മുള്ളും ചവിട്ടാതെ എളുപ്പമായിട്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുമോ? അങ്ങനെ ആർക്കും സാധിക്കില്ല. ഇന്ന് ഈ ലോകത്ത് നല്ല ടോപ്പിലിരിക്കുന്ന ഏതൊരു വ്യക്തികളെ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അവരുടെ പാസ്റ്റിനെ കുറിച്ച്, അവരുടെ ലൈഫിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കൂ. അവരൊത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്നായിരിക്കുന്ന ആ ഒരു നിലയിൽ അവരെത്തിയത്. നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾക്ക് കഴിവില്ല എന്ന്? ഒരിക്കലുമല്ല. അവരെക്കാളും ടോപ്പിലെത്താനുള്ള കഴിവുള്ള ഒത്തിരി എനർജീസ് ഉണ്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ച് പ്രവർത്തിച്ച് നിങ്ങളുടെ ബ്രില്യൻ്റ് ഫ്യൂച്ചറിലേക്ക് എത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് പിന്നെല്ലാം വരുന്നേ. നമ്മളെ വേണ്ട എന്ന് വെച്ച് പോയവരും അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നമ്മളെ അധിക്ഷേപിച്ചവരും എല്ലാവരും നമ്മളുടെ ആ ഫ്യൂച്ചർ കണ്ടിട്ട് അവർ നമ്മളിലേക്ക് തന്നെ വരും. അങ്ങനെ അവരെവിടേക്കും പോവില്ല. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാം. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒത്തിരി മുറിവേറ്റ ഒരുപാട് പേരുണ്ട് ഇല്ലേ? അവർക്ക് ഹീലായിട്ട് കളയാം. ഹീലായി കളയണമെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ മുറിവുകൾ, വിഷമങ്ങളെല്ലാം ഹീലായി കളയണമെന്നേ ഞാൻ പറയുള്ളൂ. എന്നാലേ നമുക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അത് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ജേണി നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കുകയോ വേണോ എന്നൊക്കെ തീരുമാനിക്കാം. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് പേജ് ഓഫ് പെന്റക്കിൾ ആണ്. എന്താണ്? നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും ഒന്ന് തന്നെയാണെന്നാണ് ഇവിടെ ഈ കാർഡ്സ് കാണിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അവർ അവിടെയും മാനിഫെസ്റ്റ് ചെയ്യുന്നു. പുതിയൊരു ഫ്യൂച്ചറിനെ, ന്യൂ ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് നല്ലൊരു ഭാവി തന്നെയാണ് കാണിച്ചു തരുന്നത് ഈ കാർഡ്സിലൂടെ. സമൃദ്ധിയുടെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധി, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇന്നായിരിക്കുന്ന ആ സിറ്റുവേഷനിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള ലൈഫ്, ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫിനെയാണ് ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾ കാർഡ് കാണിക്കുന്നത്. ഇതിലേറെ എന്താണ് നമുക്ക് വേണ്ടത് അല്ലേ? നിങ്ങൾ കണ്ട സ്വപ്നത്തിലേക്ക് കൈപിടിച്ച് നിങ്ങളെ നയിക്കാനായിട്ട് നല്ലൊരു യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ പിന്നെ എന്തിനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്? ആരെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്? ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് പിന്നെ എല്ലാം നിങ്ങളിലേക്ക് വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നല്ല കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ പറ്റുമെന്നാണ് ഇവിടെ ഈ കാർഡ്സ് കാണിച്ചു തരുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കാർഡ് ഒന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനോ നിങ്ങളെ കാണുവാനോ ഒന്ന് സംസാരിക്കുവാനോ ഉള്ള ആ ടൈം നോക്കിയാലോ. ഇവിടെ നമ്മൾ ടൈം കാർഡ് നോക്കിയപ്പോൾ നമുക്ക് 4 കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് റെസിനേറ്റ് ആവുന്നത് സ്വീകരിക്കൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പല എനർജീസ് ആണല്ലോ, അപ്പോൾ പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ കാണാനായിട്ടുള്ള ഒരു സന്ദർഭം യൂണിവേഴ്സ് ഒരുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. അതിയായ ആഗ്രഹത്തോട് കൂടിയിട്ട് ഈ കാർഡ്സിലെ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഡേറ്റ്, ആ ഒരു ദിവസം നിങ്ങൾ മനസ്സിൽ കാണാം. എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാനുള്ള ഒരു സമയം തിരഞ്ഞെടുക്കാം. ഈ 4 കാർഡ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യൂ കേട്ടോ. ഞാൻ പറയാൻ പോവാണ്. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 29 ഡേയ്സ് ആണ്. 29 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കണ്ടുമുട്ടുവാനോ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ
ഇൻ 3 വീക്സ്, 3 ആഴ്ചയാണ് പറയുന്നത്. ഇതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും ഒന്ന് കാണുവാനോ കോണ്ടാക്ട് ചെയ്യുവാനോ ഉള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ വിത്തിൻ 1 വീക്ക്, ഒരാഴ്ച, വളരെ അടുത്തുണ്ട് അല്ലേ, കാണാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ് ടു 5 വീക്സ്, എന്താ പറയുക, 5 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കാണാനും കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ 4 കാർഡ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കണം. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് അത്രമേൽ ആഗ്രഹം വേണം. നിങ്ങളുള്ള എല്ലാ മുറിവുകളും വേദനകളും നിങ്ങൾ ഹീലാക്കി കളയണം, പ്രാർത്ഥിക്കണം, പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യണം, നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും നിങ്ങൾ റിമൂവ് ചെയ്യണം. എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് അതിയായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി വേണം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ കാർഡ്സിൽ ഏതെങ്കിലും ഒരു കാർഡ് തിരഞ്ഞെടുക്കാം. ആ ഒരു ദിവസത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയതായിട്ട് സങ്കല്പിക്കണം. കണ്ടുമുട്ടിയിട്ട് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് പോസിറ്റീവായിട്ട് വേണം നിങ്ങൾ തിങ്ക് ചെയ്യാനായിട്ട്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പോസിബിൾ ആവില്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് അത് സാധിപ്പിച്ച് തന്നതിന് താങ്ക് യു എന്ന് പറയണം, നന്ദി പറയണം, താങ്ക് യു എന്ന് പറയണം. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കത് സാധിപ്പിച്ച് തരുമെന്നാണ് ഇവിടെ ഞാൻ പറയുന്നത്. മനസ്സിലായോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ ഒരു റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് പോലെ സ്വീകരിക്കുക. പിന്നെ പറയാനുള്ളത്, പേഴ്സണൽ റീഡിങ്ങിന് ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും അത് റെസിനേറ്റ് ആയെന്ന് വരില്ല. പേഴ്സണൽ റീഡിങ്ങിന് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും എനിക്കും എളുപ്പം. കുറേ കോൾസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. വാട്സപ്പ് ആവുമ്പോൾ എനിക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. വേറെ എന്താ പറയേണ്ടത്? നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരെയും സ്നേഹിക്കുക. ആരോടും വിദ്വേഷം വേണ്ട കേട്ടോ. എല്ലാവരെയും സ്നേഹിക്കുന്ന ആ മനസ്സിന് യൂണിവേഴ്സ് കാണാതെ പോവില്ല. അതുപോലെ തന്നെ പറയുന്നു, എടുത്തു പറയാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നന്മ വരാനേ പ്രാർത്ഥിക്കുള്ളൂ. എന്നും നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാനായിട്ട്. യൂണിവേഴ്സ് തന്നെ പറയുന്നുണ്ട്, എന്താണ് നമ്മൾ ആദ്യം ആരെ സ്നേഹിക്കേണ്ടത്? നമ്മുടെ അമ്മയെ. 9 മാസം നമ്മളെ ഉദരത്തിൽ ചുമന്ന നമ്മുടെ അമ്മയെ ആദ്യം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. പിന്നെ ആരെയാണ്? പിതാവിനെ. നമ്മളെ 9 മാസം ചുമന്ന ആ അമ്മയെ പോലെ തന്നെ നമ്മുടെ ലൈഫ് എൻഡ് വരെ നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മളോടൊപ്പം ചേർത്ത് വെച്ച് നമ്മുടെ കൂടെ നമ്മളറിയാതെ തന്നെ സഞ്ചരിക്കുന്ന പിതാവിനെ നമ്മൾ മറക്കരുത്. അവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. പിന്നെ ആരെയാണ്? നമ്മൾ ഇന്നായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു തന്ന നമ്മളുടെ ഗുരുക്കന്മാരെ, നമ്മുടെ അധ്യാപകരെ, അവരെയും നമ്മൾ ഈ ഒരു നിമിഷത്തിൽ അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. അവരുടെ അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ് അല്ലേ? പിന്നെയാണ് ദൈവം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആണോ? മാതാ, പിത, ഗുരു, ദൈവം എന്ന് തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. ഞാൻ അത്രമേൽ ഇഷ്ടപ്പെടുന്ന എനർജീസാണ് ഇവർ. അവരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്തും ഈ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു കളഞ്ഞ് ഇതുപോലെ ഒന്ന് പ്രവർത്തിച്ചു നോക്കൂ. ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കൂടെ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. എൻ്റെ റീഡിംഗ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.